വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ പദ്ധതിയും കൊളുത്തിക്കൊണ്ട് ഈ സബ് റീജിയണൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് തൊട്ടുമുകളിലെ ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ശ്രീ പി മമ്മിക്കുട്ടി അവർ പദ്ധതിയും തെളിക്കുകയാണ്. ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MK ജയപ്രകാശ് അവർ പദ്ധതിയും തെളിക്കുന്നു. ഷൊർണൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീമതി സിന്ധു പി ഈ പദ്ധതി തെളിക്കുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ സ്വാമിനാഥൻ സാർ, ചീഫ് എഞ്ചിനീയറായ ശ്രീ KB സ്വാമിനാഥൻ അവർ ഭദ്രദീപം തെളിക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ശിതകാല സാക്ഷ്യപത്രമായ ശിലാഫലകം അനാവരണം ചെയ്യുന്നതിനു വേണ്ടി ആദരണീയനായ മന്ത്രിയെ വിനയപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശിലാഫലകം അനാവരണം ചെയ്തിരിക്കുകയാണ്. ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കേരളം കഴിഞ്ഞ 8 കൊല്ലം വളരെ നല്ല രീതിയിലാണ് വൈദ്യുതി പോകുന്നത്. ലോക്കറ്റോ പവർ കട്ടിങ്ങോ ഒന്നും ഇല്ലാതെയാണ് കടന്നുപോയത്. 70% വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാം. ആ വാങ്ങിയ വൈദ്യുതി വളരെ കൃത്യമറ്റ രീതിയിൽ വിതരണം നടത്തിയതുകൊണ്ടാണ് വ്യവസായം. അതിന്റെ പിന്നീട് സംഗതി അതുകൂടി നമ്മൾ ഇടപെടുകയായി. നമ്മളൊക്കെ ചെയ്തത് വലിയ കടം വെച്ചിട്ടാണ്. കിട്ടിയിരുന്നത് തന്നെ 10,000 കോടി രൂപ കടം. അതില്ലാതെ പുറത്തെ ഏജൻസികളൊന്നും നമ്മൾ കടമെടുത്തു. ഏകദേശം 30,000 കോടി രൂപ. ആ കടമെടുത്തിട്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ എത്തിച്ചത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം എന്ന് പറയാം. അപ്പോൾ ഇത്ര കടം മേടിച്ച് സജ്ജീകരണത്തിൽ എപ്പോഴാലും നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് രക്ഷയുള്ളത് അതിന്റെ പ്രസ്ഥാനത്ത് ഒരു പുതിയ നിയമം വരും. കേന്ദ്രത്തിന്റെ പുതിയ നിയമം ഈ നമ്മൾ കടം മേടിച്ച് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് എല്ലാ മുക്കിലും മൂലയിലും വിതരണം വളരെ ശക്തമാക്കി എല്ലാം വന്നു. കഴിഞ്ഞപ്പോ പുതിയ നിയമം വന്നപ്പോ അതിന്റെ ഉപയോഗം പ്രൈവറ്റ് പാർട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയ നിയമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ രാവിലെ നികുതിപ്പണമെടുത്ത് വികസിപ്പിച്ചെടുത്തിട്ട് അത് പൊതുമേഖലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന്റെ ഗുണമെന്താണ്? നമുക്ക് സാധാരണക്കാർക്ക് സബ്സിഡിയിൽ 30 യൂണിറ്റ് വരെയുള്ള പാവങ്ങൾക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് എടുക്കുന്നില്ല. ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് 5 ഏക്കർ താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അതേപോലെ 5 ഏക്കറും മുകളിലുള്ളവർക്കാണെങ്കിൽ 1.85 കൂടി ചാർജ്. അപ്പൊ ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ പോകാം. ക്രോസ് സബ്സിഡിയുള്ള സാധാരണ ആദിവാസികൾക്ക് പട്ടികജാതിക്കാർക്ക് ഇപ്പൊ കിട്ടുന്ന സബ്സിഡിയെ ഈ പുതിയ നയം വന്നാൽ ഇല്ലാതെ ഏകദേശം 35,000 തൊഴിലാളികൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിതരണം രംഗത്ത് 27,000 ആളുണ്ട്. ആ 27,000 എവിടെ പോകും? ഞാനിവിടെ ഒരാൾ ഷൊർണൂരിൽ ഫാക്ടറി തുടങ്ങിയാൽ
അയാൾക്ക് സേലത്തിലുള്ള ഒരു ഇലക്ട്രിസിറ്റി ഉത്പാദിക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയ ചെലവിൽ കിട്ടും പറഞ്ഞാൽ നമ്മുടെ ഈ ലൈനിൽ കൂടെ വന്ന അയാൾക്ക് എടുക്കാം. വീടിക്കാത്തോടെ നമുക്ക് ചെറിയ സംഖ്യ ഈടാക്കായിരുന്നു. പക്ഷെ ഇന്നത്തെ തീരുമാനം ഗ്രീൻ എനർജിയാണെങ്കിൽ അതൊന്നും പാടില്ലെന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് KCB ഇത്രയും മുതൽ മുടക്കിറക്കി ഇത്രയും ചെയ്ത ശേഷം ഇത് മുഴുവൻ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ പോകാനുള്ള നിയമമായിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചെറുക്കാൻ ഈ പൊതുമേഖലയിൽ നിലനിൽക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സ്റ്റോറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ സ്റ്റോർ വരുമ്പോൾ നമുക്ക് ഈ നിലനിൽക്കണമെങ്കിൽ അവരോട് മത്സരിക്കുന്ന രീതിയിൽ വൈദ്യുതി കുറഞ്ഞ വൈദ്യുതി ചെലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റിയാൽ മാത്രമേ അവരോട് നമുക്ക് മത്സരിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് KCB എങ്ങനെയെല്ലാം ചെലവ് ചുരുക്കാൻ സാധിക്കും. എവിടെയെങ്കിലും ചോദിച്ച് ചെറുതായിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തില്ല, അതൊരു നല്ല കുറ്റമറ്റമാക്കി മാറ്റിയെടുക്കാൻ ജീവനക്കാർ എന്തെങ്കിലും ശ്രമിക്കണം. ശരിയായ ERP കൊണ്ടുവരണം. ഇപ്പൊ എത്ര പോസ്റ്റ് ഏത് റോഡിൽ കിടക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ നോക്കിയാൽ അപ്പൊ നമുക്കറിയാലോ എവിടെയെല്ലാമോ റോഡിൽ പോസ്റ്റ് എടുക്കാം, സാധനങ്ങൾ അവിടെ എടുക്കാം, ഉപയോഗിക്കാതെ കിടക്കുന്നില്ല. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ അനാവശ്യ ഇതെല്ലാം നമ്മൾ വേറെ വഹിക്കുക. അത് ഒഴിവാക്കാൻ എന്താ ഇത് പണ്ട് ഓഫീസർമാരുടെ ചുമതലയായിരുന്നു ഇതൊക്കെ നോക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ജീവനക്കാരുടെയും സാധാരണ ജനങ്ങളുടെയും ചുമതലയാണ്. കാരണം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് നിലനിൽക്കേണ്ടത് ആവശ്യം നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു റുപ്യ പോലും ഒരു പൈസ പോലും നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ERP ഉണ്ടാക്കി നമ്മൾ തന്നെ ജീവനക്കാരെ തന്നെ അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ചെയ്യണം. ആരൊക്കെ അതിന് ചെയ്യുന്നത് മുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്, ഞങ്ങളല്ല എന്നുള്ള രീതിയിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ ചെയ്താലും നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനെ പൊതുമേഖലയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, നമുക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന പ്രവൃത്തിയുമായി മുന്നോട്ട് പോകണം. കഴിഞ്ഞ 35 കൊല്ലമായി പുതിയ പ്രോജക്റ്റ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഏറ്റവും ചീപ്പായി കിട്ടുന്നതാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. 50 പൈസയ്ക്ക് ഇടുക്കിയിലെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും ഹൈഡ്രോ പ്രോജക്റ്റ്. അതേ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് എത്രയാണ്? 5 രൂപ 6 രൂപ പീക്ക് 8 രൂപ 9 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അപ്പൊ ഹൈഡ്രോ പ്രോജക്റ്റ് ആവശ്യം ചെയ്തെന്താണെന്ന് പറഞ്ഞില്ല, 50 പൈസയ്ക്ക് നമുക്ക് കിട്ടും. 3000 TMC വെള്ളം നമുക്കുണ്ട് കേരളത്തിൽ. ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് 300 TMC മാത്രം ഹൈഡ്രോ പ്രോജക്റ്റ്. ബാക്കിയുള്ള ഒറ്റ പദ്ധതികൾ വന്നില്ല. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്ന ശേഷമാണ്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇറിഗേഷൻ മിനിസ്റ്റർ ഞാനായിരിക്കുമ്പോഴാണ് ആദ്യമായി ഒരു പുതിയ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തത്. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ താല്പര്യം വിചാരിച്ചു കുര്യാപ്പറ്റി. അപ്പൊ കുര്യാപ്പറ്റിയിൽ ചാലക്കുടി പോയിട്ടുള്ള പ്രസിഡന്റ് ചിറ്റൂർ ഭാരതപ്പുഴയ്ക്കുള്ള വെള്ളത്തിന്റെ ഷോർട്ടേജിന് ഇലക്ട്രിസിറ്റി 3 കൂടി കിട്ടുന്ന ഒരു പദ്ധതി ആദ്യമായിട്ട് ടാറ്റ കൺസൾട്ടന്റ് DPR-ക്കെ അതിന്റെ നടപടിയാണ്. 5 ഡാം ഈ ഫ്ലഡ് പോലും നമ്മൾ എടുക്കാറുണ്ട്. കഴിഞ്ഞ 35 കൊല്ലമായി അയക്കാതിരിക്കുകയാണ്. പിന്നെ അഥവാ ഏതെങ്കിലും കഷ്ടകാലത്ത് നമ്മൾ തുടങ്ങിയാൽ അപ്പോ ഈ പരിസ്ഥിതിക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കി അതെ പരിസ്ഥിതിക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോ കാർബോർഡിന്റെ കാർബോർഡിലെ പരിസ്ഥിതിക്ക് എത്ര വലിയ ദോഷമുണ്ടെന്ന് അറിയില്ല. അപ്പൊ അത് പരിസ്ഥിതി ഉണ്ടാക്കുന്ന ആളുടെ മുൻഭാഗത്തൂടെ ടാർഗോ വേണമെന്ന് പറയുന്നില്ല. ഫ്രിഡ്ജ് വയ്ക്കുന്ന ഒരു പ്രശ്നമില്ല, ഫ്രീസർ വയ്ക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ അതൊന്നും പ്രശ്നമല്ല. ഹൈഡ്രോ പ്രോജക്റ്റ് മാത്രമാണ് പ്രശ്നം എന്നുള്ളത്. ഏറ്റവും ചീപ്പായി കിട്ടുന്നതാണ്. ഇപ്പൊ വടക്കേന്ത്യയിൽ 18 പ്രോജക്റ്റ് ഇപ്പോ ഹിമാലയത്തിന്റെ മുകളിൽ ഉണ്ടാക്കുക. അതൊന്നും പ്രശ്നമില്ല. നമ്മളുടെ അവിടെ തൊട്ടാൽ ലഭിച്ചാൽ പ്രശ്നമാണ്. അത് എത്ര പൈസ കിട്ടും? 50 പൈസയ്ക്കാണ് ഇടുക്കി ഡാമിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അത് തുടരാൻ നമ്മൾ സമ്മതിക്കാതെ പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. ഇപ്പോ 19 പ്രോജക്റ്റ് ഇവിടെ കിടക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർച്ചിന് മുമ്പ് തന്നെ 6 പ്രോജക്റ്റെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം പറഞ്ഞൊരു ശക്തമായ നടപടി എടുത്തിരിക്കുകയാണ്. 95% പൂർത്തിയാക്കിയിട്ട് തന്നെ 10 ദിവസം അങ്ങനെ കിടക്കണം. അപ്പോൾ ഇതിന് ജീവനക്കാരും എല്ലാവരും നമ്മളെല്ലാവരും കൂടി ഒത്തു ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ
ഈ രീതിയിലുള്ള ചെലവ് ചുരുങ്ങിയ വൈദ്യുതി ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളിവിടെ വ്യവസായം കിട്ടുള്ളൂ. അപ്പൊ ചെലവ് ചുരുങ്ങിയ വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ ഒരു സഹായിക്കുന്ന ഇലക്ട്രിസിറ്റി വകുപ്പും വളരെ ശ്രദ്ധിച്ച് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അതിൽ ഒന്നാണ് പുരപ്പുറത്ത് സോളാർ വയ്ക്കുന്നത്. ആ പുരപ്പുറത്ത് സോളാർ വയ്ക്കുന്നതിൽ 2-3 ഉദ്ദേശമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഈ വികസനം ആർക്ക് വേണ്ടിയിട്ടാണ്? റോഡും പാലവും മാത്രമല്ല വികസനം, കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കൂടി വികസനമാണ്. കുടുംബത്തെ നല്ല കടവില്ലാത്ത കുടുംബമാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പത്രത്തിലൊരു വാർത്തയായിട്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും കടമുള്ള കുടുംബം എവിടെയാണ്? കേരളത്തിലാണ്. എല്ലാ കുടുംബക്കാരും കടത്തിലാണ്. ആ കടത്തിലുള്ളതിനെ നമ്മൾ മനസ്സിലാക്കി അത് എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റുന്നുള്ളതിൽ വൈദ്യുതി ഉപയോഗിച്ച് നമ്മുടെ കുടുംബ ചെലവ് കമ്മിയാക്കാൻ പറ്റുന്ന രീതിക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സൗര പറഞ്ഞ പദ്ധതി ഇപ്പോൾ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസന്റേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സൗര നടപ്പാക്കിയ 3000 ഇലക്ട്രിസിറ്റി ചാർജുകളോടെ നമുക്കൊരു 200-300 രൂപ വേണമെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അതിൽ 40% സബ്സിഡി. അത് പരമാവധി ഇപ്പൊ കുടുംബത്തിൽ എത്ര വരുമാനം? ഒരു മാസം 3000 രൂപയുടെ ചെലവ് നമുക്ക് കമ്മിയാക്കാം. അത് കഴിഞ്ഞ് ആ സൗകര്യം അതിൽ തന്നെ ഇലക്ട്രിസിറ്റി ഗ്യാസ് എന്താ തിരികെ വരുന്നുണ്ട്. അപ്പൊ ഇത് 1000 രൂപ ഇല്ല ഈ 10 ദിവസം കൂടി കഴിയും. അങ്ങനെ 1000 രൂപ ആണെങ്കിൽ 1000 രൂപയായി. ആ 1000 രൂപ ഒരു കുടുംബത്തിൽ എത്ര വലിയ താങ്ങാൻ പറ്റാത്ത ചെലവാണ്. അതിന് നമുക്ക് സോളാർ ഉണ്ടെങ്കിൽ അതിനൊരു പകുതിയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രാത്രി 8 മണിക്ക് 6 മണിക്ക് ശേഷമുള്ള അതിന് മാത്രം ഗ്യാസ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കൊരു 500 രൂപയെങ്കിലും അതിൽ ലാഭം വരും. ഇപ്പോൾ 3000 ഇനിയൊരു കാര്യം പറയാം. വീട്ടിൽ വാഹനമില്ലാത്തതാരെങ്കിലും ഉണ്ടാകും. വളരെ 90% വാഹനം ഉണ്ടാവില്ലേ? അത്രയാണ്. ഒരു സ്കൂട്ടർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ കാറുണ്ടാവും. ഒരു 5 ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഒരു വീടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്നവരാണ്. അത് ഇലക്ട്രിക്കിലേക്ക് മാറിയാൽ വൈദ്യുതിക്ക് മാറിയാൽ ഏകദേശം 450 രൂപ സേവിച്ചിട്ട് 450 രൂപ മാസത്തിൽ എത്രയായി? 4-3-12 അല്ലേ? 4-2 14,000 രൂപ അത് കിട്ടും. എല്ലാം കൂടി 17,000 രൂപ ഒരു ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു 17,000 രൂപ ഒരു മാസം നമുക്ക് ഈ ചെലവ് കമ്മിയാക്കാൻ പറ്റും. ആലോചിക്കുക. MLA ഇത് ഓരോ സ്ഥലത്തും ആളുകളെ വിളിച്ചുകൂട്ടി ഇത് ചെയ്താൽ വലിയ മാറ്റം. അതിനേക്കാൾ ഉപരി എനിക്കിവിടെ എത്ര ആൾ ചെയ്യുന്നത് എന്നറിയില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു പ്രധാന കുറച്ച് നാണ്യങ്ങളൊക്കെ നനയ്ക്കേണ്ടതാണ്. ഇവിടെ തന്നെ നനയ്ക്കില്ല. തെങ്ങാട്ട് നനയ്ക്കില്ല. ഇല്ല. പമ്പ് വെച്ച് നനയ്ക്കാൻ നിങ്ങൾ കടലിൽ 2 പോസ്റ്റ് വരെ ഫ്രീ ആണ്. നേരത്തെ പോസ്റ്റിന് ഫ്രീ ഇല്ല. അപ്പൊ ഞങ്ങൾ വന്ന ശേഷം പോലെ 2 പോസ്റ്റ് വരെ ഫ്രീ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കും. തെങ്ങ് ജാതി കവുങ്ങ് ഇതൊക്കെ നനയ്ക്കാൻ പറ്റുന്ന ലിക്വിഡിക്കേഷൻ കൊടുക്കാനുള്ള സൗകര്യം. ഇലക്ട്രിസിറ്റി പോകാത്തവരെയാണെങ്കിൽ സോളാർ പമ്പ് വയ്ക്കാനുള്ള സൗകര്യം ചെയ്തു. അതിന്റെ ഗുണമെന്താ? ഇപ്പൊ നനച്ചു ഒരു നനച്ച തെങ്ങും നനയ്ക്കാത്ത തെങ്ങും തമ്മിൽ വ്യത്യാസം നനയ്ക്കാത്ത തെങ്ങാണെങ്കിൽ 40 നാളികേരം 45 നാളികേരം. അത് നനച്ചാൽ അത് 150 നാളികേരം ചേർക്കും. കൃഷിക്കും വാങ്ങിയിട്ട് ഇപ്പൊ മൈക്കം 2 ദിവസം 10 ദിവസം കമ്മ്യൂണിറ്റി മൈക്രോവേഷൻ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അത് വന്നാൽ 200 നാളികേരം. കവുങ്ങ് അതേപോലെ തന്നെ, പച്ചക്കറി അതേപോലെ തന്നെ. പച്ചക്കറിയൊക്കെ കേരളത്തിൽ തന്നെ വേൾഡ് കൊടുക്കാനുണ്ടാക്കിയത് വ്യത്യസ്തമാണ്. മോഹൻലാൽ പറഞ്ഞപ്പോൾ കൈവരാശ അവാർഡ് കിട്ടി കേരളത്തിൽ. എത്ര കാര്യം ഒരു ഏക്കറിൽ നിന്ന് നിങ്ങൾക്ക് പച്ചക്കറി വേനൽക്കാലത്തൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ? അവിടെ ഒരു ഏക്കറിൽ എത്ര രീതിയോ 52 ടണ്ണാണ്. വേൾഡ് റെക്കോർഡ് ഇസ്രയേലിൽ 48 ടണ്ണാണ്. പ്രിസിഷൻ ഫാർമിംഗ് പോയതാണ്. അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ നമുക്കൊരു വലിയ മാറ്റം നമുക്കുണ്ട്. അതിന് ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയിൽ കൂടെ പമ്പ് ചെയ്ത് പ്രഷർ നിലനിർത്തിയാൽ ഇതൊക്കെ സാധിക്കണം. ആ രീതിയിൽ ഒരു വലിയ പദ്ധതിക്ക് അതിൽ കൂടെ ഇപ്പൊ കുസുമ പദ്ധതിയിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഗുണം എന്താ വെച്ചാൽ കാലത്ത് അത്യാവശ്യത്തിന്
1 മണിക്കൂറോ 2 മണിക്കൂറോ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളൂ. ബാക്കി 5 മണിക്കൂർ നമുക്ക് ഗ്രിഡിൽ കൊടുത്താൽ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ആർക്കും കർഷകർ കിട്ടും. അവരുടെ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെലവ് ചുരുക്കി വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ പറ്റും. അത് വന്നാൽ ഒരു ദിവസം ഒരു 500 രൂപയെങ്കിലും ഇലക്ട്രിസിറ്റി കഴിഞ്ഞിട്ട് മിച്ചം കിട്ടും. ഒരു 5 ഏക്കർ കൃഷിക്കാരൻ അത്രയും 15,000 രൂപ അതിലൊരു വരുമാനം കൊടുക്കും. ആ രീതിയിൽ എല്ലാവരും കൂടി ജീവനക്കാരും അപ്പൊ അത് മിച്ചമുള്ള ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് താല്പര്യമുള്ളത് ഞാൻ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി വഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സൗര പുരപ്രസ്തവാദിൽ കൂടെയും കുസുമ പദ്ധതിയിൽ കൂടെയും ഉണ്ടാക്കുന്ന വൈദ്യുതിയെ നമുക്ക് അത് കഴിഞ്ഞ് മിച്ചം വരുന്നത് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് മേടിക്കില്ല. ഒരു യൂണിറ്റിന് 8 രൂപയോ വെച്ചിട്ട് നമുക്ക് മേടിക്കില്ല. 5 രൂപ 8 രൂപയ്ക്ക് മേടിക്കുന്നവരെ 8 രൂപ ഈ മിച്ചം എല്ലാ വീടുകളും ഉത്പാദന സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ആശയം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനെ പിടിച്ചു നിർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വലിയ ചെലവിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതുകൂടെ മത്സരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അത് ബോർഡിന്റെ നിലനിൽപ്പിൽ തന്നെ ഞങ്ങളൊക്കെ ഇറങ്ങി പോകും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന ജീവനക്കാർക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ആവശ്യമാണ് അല്ലേ. അതുണ്ടെങ്കിൽ 30 രൂപയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ താഴെ വരുമാനക്കാർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിലനിർത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനത്തിന്റെ തുക ആവശ്യമാണ് എന്നുള്ളത് എനിക്ക് കണക്കാക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കണം. ഈ സ്റ്റോർ ഇലക്ട്രിസിറ്റിയുടെ ചെലവ് ചെയ്യുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി